ഇപ്പം നമ്മളിരിക്കുന്നത് തെല്ലവീവിലൊരു ഫുഡ് കിട്ടുന്ന ഷോപ്പിലാണ്. ഈ ഷോപ്പിൻ്റെ പേര് എനിക്കറിയത്തില്ല. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു ഭക്ഷണം കഴിക്കുന്ന ഷോപ്പിലേക്കാണ് പോകുന്നത്. വീഡിയോ ഒക്കെ എടുത്ത് വരുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായി. അതുകൊണ്ട് ഇവിടെ കയറാം എന്ന് വിചാരിച്ചു. ഹോട്ട് ചിക്കൻ എന്നാണ് ഈ കടയുടെ പേര്. മറ്റാർക്കോ വേണ്ടി അദ്ദേഹം ധൃതിയിൽ തയ്യാറാക്കുകയാണ്. ലഹ്മനിയയിൽ അദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കുന്ന ലഹ്മനിയയിൽ കോഴിയുടെ പീസ് വെച്ചുള്ള ഫുഡാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. എനിക്കതിൽ ഞാൻ ഓർഡർ ചെയ്യുന്നത് ഇതേ ബ്രെഡിൽ ഇതിൻ്റെ അകത്ത് പോത്തിറച്ചിയുടെ പീസ് വെക്കുന്നതാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പോത്തിറച്ചി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അതിനകത്ത് ഉള്ളി മറ്റു കാര്യങ്ങളും എല്ലാം ഇട്ട്, പിന്നെ നമ്മുടെ മല്ലിയിലയൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മുട്ടയും എത്ര ഉണ്ടത് മുട്ടയും ഒഴിച്ചിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്യും. അതിനുശേഷം അത് ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ഈ ചീച്ച എന്ന് പറയുന്നത്. നമുക്ക് അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനൊപ്പം നിങ്ങളെ ഞാൻ ഈ കടയൊക്കെ ഒന്ന് കാണിക്കാം. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഇവിടെ നന്നായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. പിന്നെ മറക്കണ്ട, 45 ഷെക്കലാണ് ഈ ഫുഡിന്. വിശന്ന് നടന്നതുകൊണ്ട് നമ്മൾ പൈസ നോക്കിയില്ല. എന്തായാലും നമ്മളത് തന്നെ മേടിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അകത്ത് എല്ലാ സലാഡുകളും വെക്കുന്നുണ്ട്. അതിനോടൊപ്പം ഹുമ്മൂസ് വെക്കുന്നുണ്ട്, ധീന വെക്കുന്നുണ്ട്, ഹുബൂസ് അല്ല ഹുമ്മൂസ്, പിന്നെ ചിപ്സ് ഉണ്ട്, എല്ലാ സലാഡുകളും. പിന്നെ നമുക്ക് എരിവ് വേണമെങ്കിൽ അവരോട് പറയണം പ്രത്യേകിച്ച്, എങ്കിൽ അതും വെക്കും. ഇതാ നമ്മുടെ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കടയിൽ ചെന്ന് ഈ ഫുഡ് കിട്ടാൻ വേണ്ടി നമ്മൾ പറയേണ്ടത് ലഹ്മിനിയ ചീച്ച എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോഴാണ് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് അത് റെഡിയാക്കുന്ന. അതിൻ്റെ അകത്തേക്ക് ഓരോന്ന് ഇടുന്ന രീതിയാണ്, ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ട് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിച്ചോത്ത് എടുത്ത് വെക്കും. ഞങ്ങൾ 3 ഫ്രണ്ട്സ് കൂടി കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത് വലിയൊരു ബ്രെഡാണ്. അതുമല്ല, ഇത് മതിയാകും ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹോട്ട് ഡോഗ് എന്ന് പറയുന്ന ആ ഫുഡിലെ ആ ഫുഡിൻ്റെ ഒരു രീതിയൊക്കെ നമുക്ക് ആ ഒരു ഭക്ഷണത്തിൻ്റെ സ്റ്റൈലൊക്കെ പോലെ തോന്നും. അതുപോലെ അവിടെ ഇത് ചെയ്യുന്നുണ്ട്. ഇതും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞ ഇതും കൊടുക്കുന്നുണ്ട്. അവിടെ അത് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ആ സൈഡിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. നമുക്കിത് ഒരുമിച്ച് കണ്ട് ആസ്വദിക്കാം. അതുകൊണ്ട് അവിടെയാണ് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് തീയിലിട്ടാണ് ഇത് ചെയ്യുന്നത്. മറ്റാർക്കോ വേണ്ടി അവർ വേറെ എന്തോ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പറയാണ് നമ്മുടെ ഇത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പോയി കഴിക്കാം. 2 പീസായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അതൊക്കെ എടുത്തു. എന്നിട്ട് പേപ്പറൊക്കെ മാറ്റി നമുക്ക് കഴിച്ചു നോക്കാം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ? അത് ചെയ്തിരിക്കുന്നത് കാണാൻ.
വാവ്. സൂപ്പർ. ഇനി നല്ല ടേസ്റ്റാണ് കേട്ടോ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. സൗണ്ട് വെക്കാത്തതിൻ്റെ കാര്യം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, ഇവിടുത്തെ ഹീബ്രുവിലുള്ള മ്യൂസിക് ഉണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ പോകില്ല, അതുകൊണ്ടാണ് സൗണ്ട് വെക്കാത്തത്. വെജിറ്റബിൾസ്, തക്കാളി, തക്കാളി, ഹുമൂസ്, കുമ്മൂസ്, അതുപോലെ അതിൻ്റെ ചീച്ചയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനെന്നാണ് പറയുന്നത്. എനിക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. വെക്കം തന്നെ കഴിക്കാനുള്ള പരിപാടി തുടങ്ങാം. It's my restaurant, Takana Merkazit. I'm cooking English meat, beef, chicken, all noodles, Chinese food. Come here and see you. ഓക്കെ തഥാ. Bye. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.